ഈ രാവണൻ്റെ ചെയ്തികളോടൊക്കെ ഉള്ളിൽ അധാർമിക വിഷയങ്ങളോട് എതിർപ്പുകളുണ്ടായിരുന്നു മണ്ഡോദരിക്ക്. പക്ഷേ ഒരിക്കലും രാവണന് പ്രകോപനം വരുന്ന രീതിയിൽ, അല്ലെ തൻ്റെ ഭർത്താവിന് പ്രകോപനം വരുന്ന രീതിയിലല്ല മണ്ഡോദരി ഇടപെട്ടിട്ടുള്ളത്. അത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് തൻ്റെ ധർമ്മം അധർമ്മത്തെ ചൂണ്ടിക്കാട്ടേണ്ട സന്ദർഭങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ സമയത്തെല്ലാം മണ്ഡോദരി അത് ചൂണ്ടിക്കാട്ടാൻ തയ്യാറായിട്ടുമുണ്ട്. അങ്ങനെ ഒരു അത്യുജ്വലമായ ഒരു കഥാപാത്രമാണ് മണ്ഡോദരി രാമായണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെറിയ ഭാഗങ്ങളിലേ ഉള്ളെങ്കിലും മനുഷ്യ മനസ്സിൽ രാമായണം വായിച്ചു പോകുന്ന ഒരാൾക്ക് അവരുടെ മനസ്സിൽ തങ്ങുന്ന ഒരു ചിത്രമാണ് മണ്ഡോദരിയിൽ നിന്ന് കിട്ടുന്നത്. രാവണനെ മനസ്സിലാക്കാൻ 10 തലയുള്ള രാവണൻ, ആ ബുദ്ധിയെപ്പറ്റി പറയുമ്പോൾ അത്രയും ബുദ്ധിയുള്ള ഒരാൾ, 4 വേദങ്ങളിലും 6 ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ള ആൾ, സാമവേദ പണ്ഡിതൻ, 64 കലകളുമുള്ള ആൾ. പക്ഷെ മണ്ഡോദരി പറയുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ, 10 തലയുള്ള അങ്ങയ്ക്ക് രാമനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, പക്ഷെ 1 തലേ എനിക്കുള്ളൂ, എന്നിട്ട് രാമൻ്റെ മഹത്വം അല്പമെങ്കിലും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന്. അപ്പോൾ 10 തലയുണ്ട്, അല്ലെ അത്രയും ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ കാര്യമില്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും, ഇല്ലാതെയാക്കാൻ സാധിക്കും.